വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ദിവസം രണ്ട് സിനിമ കണ്ടിരിക്കുകയാണ്. ആദ്യം നമുക്ക് റോദ് എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ച് പറഞ്ഞു തുടങ്ങാം. റിട്ടേൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഷാഹി കബീർ എന്ന് പറയുമ്പോൾ നമ്മുടെ നായാട്ടിന്റെ സ്ക്രിപ്റ്റ് ഇലവിഴ പൂഞ്ചിറ പുള്ളിയാണ് ഡയറക്ട് ചെയ്തതെന്നാണ് എൻ്റെ വിശ്വാസം. ജോസഫിന്റെ സ്ക്രിപ്റ്റ്, ഓഫീസർ ഓൺ ഡ്യൂട്ടിന്റെ സ്ക്രിപ്റ്റ്, ഇതൊക്കെ എഴുതിയ മച്ചാനാണ്. അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവല്ലോ, ഒരു പുള്ളി ചെയ്തിരിക്കുന്ന പടങ്ങൾ മൊത്തം പോലീസ് കഥകളാണ് പുള്ളി പിടിച്ചിരിക്കുന്നത്. പുള്ളി ഒരു പോലീസുകാരനായിരുന്നു. അത് കഴിഞ്ഞ ദിവസം എൻ്റെ കോളേജിൽ വന്ന് ഈ പടത്തിന്റെ ഒരു പ്രൊമോഷൻ ചെയ്തപ്പോഴാണ് ഞാനാണ് പുള്ളി പണ്ടൊരു പോലീസായിരുന്നു. അപ്പോൾ പുള്ളീന്റെ പെർസ്പെക്റ്റീവിലുള്ള ഡിഫറെന്റ് പോലീസ് കഥകൾ, സംഭവ വികാസങ്ങൾ, അതിനെയൊക്കെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു പടമാണ്. അഭിനയിച്ചിരിക്കുന്നത് ദിലീഷ് പോത്തൻ ആൻഡ് റോഷൻ മാത്യു. പിന്നെ നമ്മുടെ മറ്റേ അഡാറല്ല റോഷൻ സിനിമയിലുണ്ട്. പിന്നെ അങ്ങനെ പറഞ്ഞറിയിക്കാൻ മാത്രം അങ്ങനെ അറിയാവുന്ന ആൾക്കാർ കുറവായിരിക്കും. എനിക്ക് പേഴ്സണലി അറിയാത്തതുകൊണ്ടാണ്. വേറെ കുറെ നല്ല ചെയ്ത എന്ന് വെച്ചാൽ അധികം ഇവർ രണ്ടുപേരാണ് മെയിൻ. ഇവരാണ് ഏറ്റവും മെയിൻ. പിന്നെ വേറെ 2-3 പോലീസുകാരുണ്ട്. ഇവർ ഇത്രയും പേരാണ് മെയിൻ ആയിട്ടുള്ളത്. ബാക്കിയുള്ളവരൊക്കെ ഓരോ സീനിൽ ഇങ്ങനെ വന്ന് പോകുന്നവരാണ്. ഓരോരോ പ്രശ്നങ്ങളിലൊക്കെ ഏർപ്പെട്ട് ഇങ്ങനെ വരുന്ന ഒരു നൈറ്റ് പെട്രോളിങ്ങിനെ കുറിച്ചാണ് റോദ് എന്ന് പറഞ്ഞ സിനിമ പറയുന്നത്. അപ്പൊ നമ്മളൊക്കെ ഇങ്ങനെ, ഞാനൊക്കെ പേഴ്സണലി കറങ്ങാനൊക്കെ ഇറങ്ങുമ്പോൾ വൈകിട്ടൊക്കെ പോലീസ് അവിടെയൊക്കെ നിന്ന് കൈയൊക്കെ കാണിച്ച് ഹെൽമെറ്റ് ഉണ്ടോ ചെക്ക് ചെയ്തു, മറ്റേ ബ്രത്ത് അനലൈസറിൽ ഊതിച്ചൊക്കെ വിടുന്നതാണ്. അപ്പൊ നമ്മളൊക്കെ വിചാരിക്കും ഇപ്പോഴെന്തിനാണ് ഇവന്മാരിങ്ങനെ ഇറങ്ങിയിരിക്കുന്നത്, രാത്രി കാലങ്ങളിൽ ഇറങ്ങുമ്പോഴത്തേക്കും ഇവന്മാർക്ക് ഉറക്കമൊന്നും ഇല്ലേടാ, ഇങ്ങനെയൊക്കെ നമുക്ക് ഇങ്ങനെ തോന്നും. നമുക്ക് ജനറലി എല്ലാവർക്കും തോന്നുന്ന ഭയങ്കര നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണത്. അപ്പൊ അതിനൊക്കെ എന്താണ് കാര്യം, അതിന്റെയൊക്കെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നൊക്കെ കുറെയൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. ആൻഡ് ഈ ഒരു കോംബോ പോലത്തെ ഒരു സംഭവമാണ് ഞാൻ തലവലില് എക്സ്പെക്ട് ചെയ്തത്. ഇങ്ങനത്തെ ഒരു സാധനം പറഞ്ഞതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തത്. പക്ഷെ അവരുടെ ഒരു കോംബോന്റെ ഒരുമിച്ചുള്ള ഒരു സാധനങ്ങളൊക്കെ പടത്തിൽ കുറവായിരുന്നതുകൊണ്ടാണ് എനിക്ക് ആ പടം അത്ര വർക്കാവാതെ പോയത്. പക്ഷെ കഥ വൈസൊക്കെ നല്ല തന്നെയാണ്. ബട്ട് ആ ഒരു കോംബോ അത്ര ഒരു ഗുമ്മില്ലാത്തത് കൊണ്ട്, എന്ന് വെച്ചാൽ കോംബോന്റെ ഗുമ്മില്ലാത്ത സംഭവമല്ല. അനുരാഗരിക്കുമ്പോഴും മറ്റേ കവി ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞ സിനിമയിൽ ഇവരുടെ രണ്ടുപേരുടെ കോംബോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ്. അപ്പൊ ആ ഒരു സംഭവം കുറച്ചുകൂടി സീരിയസ് എലമെന്റിലേക്ക് വരുമ്പോഴത്തേക്കും എന്തായിരിക്കും എന്നുള്ളൊരു ആകാംക്ഷ ഞാൻ പോയിട്ട്, ഇവർ ഒരുമിച്ചുള്ള ഒരു സ്ക്രീൻ ടൈം ഭയങ്കര കുറവായിരുന്നു ആ സിനിമയില്, ബിജു മേനോൻ ചേട്ടനും ആസിഫ് കെയും. അപ്പൊ ഈ സിനിമയെ കുറിച്ച് ഇനി പറയാനാണെങ്കിൽ, പ്രൊഡ്യൂസ്ഡ് ബൈ വിനീത് ജെയിൻ, രതീഷ് അമ്പാട്ട് നമ്മുടെ രതീഷ് അമ്പാട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ സിനിമയൊക്കെ എടുത്ത പുള്ളിയാണ്. തീർപ്പ്, പിന്നെ ഏതായിരുന്നു, കമ്പാര സംഭവമൊക്കെ എടുത്ത പുള്ളിയാണെന്നാണ് എൻ്റെ വിശ്വാസം. രഞ്ജിത്ത്, EVM, ജോജോ ജോസ്, ഇവർ 4 പേരാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ കോ പ്രൊഡ്യൂസ്ഡ് ബൈ അമൃത പാണ്ഡെ, സിനിമാറ്റോഗ്രാഫി ബൈ മനേഷ് മാധവൻ, മ്യൂസിക് ആൻഡ് ഒറിജിനൽ സ്കോർ ബൈ അനിൽ ജോൺസൺ, എഡിറ്റഡ് ബൈ പ്രവീൺ മംഗളത്ത്, പ്രൊഡക്ഷൻ ഡിസൈനർ ദിലീപ് നാഥ്, അസിസ്റ്റന്റ് പ്രൊഡ്യൂസർ കൽപേഷ് ദമാനി. അങ്ങനെ കുറെ പേരൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് സിനിമയിൽ. ആൻഡ് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നിങ്ങള് പുള്ളീന്റെ പല കോപ്പറേറ്റ് റിലേറ്റഡ് സിനിമകളുണ്ട്. ഇപ്പൊ നായാട്ട് എന്ന് പറഞ്ഞൊരു സിനിമ, അതും പുള്ളിയാണെന്നുള്ള എഴുതിയത്, ഇഫ് ഐ ആം നോട്ട് റോങ്, ആയിരിക്കാം. അപ്പൊ അതിന്റെയൊക്കെ ഒരു മോഡാണ് ഈ സിനിമ പിടിച്ചിരിക്കുന്നത്. പോലീസുകാർക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നത്തിനെ കുറിച്ച് എന്താണെന്ന് ഞാൻ ഡീറ്റെയിലിൽ സ്പെസിഫൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അവരുടെ 2 പേരുടെയും കഥാപാത്രം ഒരു രക്ഷയില്ലായിരുന്നു. കിടിലം കോംബോ. അതിൽ ദിലീഷ് ഏട്ടന്റെ പല ഷെയ്ഡ്സും കാണിക്കുന്നുണ്ട്. അത് ഭയങ്കര രസമായിട്ട് തന്നെ പുള്ളി ചെയ്തിട്ടുണ്ട്. പുള്ളിക്കൊക്കെ സത്യം പറഞ്ഞാൽ ഇത് മറ്റെന്താ പറയാ, ഒരു കേക്ക് വാക്കാണ് ഇങ്ങനത്തെ ഒക്കെ ഒരു സിനിമ കിട്ടിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് പോലീസ് റോളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ചെയ്യുന്ന ഒരു പുള്ളിയാണ്. കുമ്പളങ്ങി നൈറ്റ്സ് എന്ന് പറഞ്ഞ ഒരു സിനിമയിൽ ഒരു ചെകളത്തടി കൊടുത്തിട്ട് സാരമില്ല പോട്ടെ എന്ന് പറഞ്ഞ് പറഞ്ഞു വിടുമ്പോ ആ ഒരു ചെറിയൊരു സാധനത്ത് വരെ നമുക്ക് അങ്ങനെ പുള്ളിയുടെ ക്യാരക്ടർ ഇങ്ങനെ ഒരു ഗുമ്മിനെസ് നമുക്ക് തോന്നും. ഈ പടത്തിൽ ഉടൽ നീളം അത് കറക്റ്റായിട്ട് പിടിച്ച്, ആ ഒരു മീറ്റർ കറക്റ്റായിട്ട് പിടിച്ച് പോയിട്ടുണ്ട്. റോഷന്റെ കാര്യം പറയുകയാണെങ്കിലും പുള്ളിക്ക് ആങ്സൈറ്റി ഇഷ്യൂ, പേടി, അങ്ങനത്തെ വേറെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതിനൊക്കെ കുറിച്ച് പറഞ്ഞു പോയിട്ടുണ്ട്. റോഷന്റെ ഒരു സംഭവം ഉണ്ട് കേട്ടോ, ടുവേർഡ്സ് എൻഡില് ഒരു പർട്ടിക്കുലർ സീൻ പുള്ളി അഭിനയിച്ചങ്ങ് തകർത്തപ്പോ എനിക്ക് ഓർമ്മ വന്നത് റോബിൻ ഹുഡിലെ പൃഥ്വിരാജിനെയാണ്. ഒരു പോയിന്റില് അത് കണ്ടപ്പോ കറക്റ്റ് എനിക്ക് റോബിൻ ഹുഡിലെ പൃഥ്വിരാജിനെയാണ് ഓർമ്മ വന്നത്. പടം കണ്ടവർക്ക് ചിലപ്പോൾ മനസ്സിലാവും ഏതാ സീൻ എന്നുള്ളത്. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ കിടിലൻ പടമാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ നല്ലൊരു രീതിയിൽ എൻജോയ് ചെയ്തു. ഭയങ്കര സ്ലോ പേസ്ഡ് ആണ്, സ്ലോ ബേണർ ആണ്, ബട്ട് എൻഗേജിങ് ആയിരുന്നു. എനിക്ക് വേറെ ഫോൺ നോക്കാനൊന്നും തോന്നിയില്ല. ഞാനൊക്കെ ടൈം നോക്കി, എത്ര പതുക്കെ പോകണമെന്ന് എനിക്ക് തോന്നി. പക്ഷെ ബോറടിച്ചു എന്ന് ഞാൻ ഒരിക്കലും പറയില്ല, അത് പറഞ്ഞാൽ തെറ്റായി പോകും. പിന്നെ
സിനിമാറ്റോഗ്രാഫി ആയാലും മ്യൂസിക് ആയാലും എല്ലാം അതിന്റെ വഴിക്ക് നല്ല രീതിയിൽ തന്നെ പോയിട്ടുണ്ട്. അവരുടെ ക്യാരക്ടേഴ്സിനെ നല്ലോണം കാണിച്ചിട്ടുണ്ട്. അവരുടെ ഫാമിലി, അവർക്ക് പേഴ്സണലി ഉള്ള ഇഷ്യൂസ് എല്ലാം ഇങ്ങനെ കാണിച്ച് പോയിട്ടുണ്ട്. അതൊക്കെ വളരെ രസമായിട്ട് തന്നെ ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. സോ ദാറ്റ്സ് ഓൾ വിത്ത് റോൺ. നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടുപോകാന്നേ ഞാൻ പറയുള്ളൂ. കാരണം എനിക്ക് ഇങ്ങനത്തെ പോലീസ് കഥകളൊക്കെ ഇഷ്ടമാണ്. അതാണ് ഏത് ഇങ്ങനത്തെ പടം വന്നാലും ഞാൻ പോയി കാണുന്നത്. ഏറ്റവും ഇഷ്ടം പോലീസ് സ്റ്റോറിയിൽ മൊത്തത്തിലെ ഒരു എന്റർടൈനറായിട്ട് എന്റെ മനസ്സിലിരിക്കുന്ന പടം ആക്ഷൻ ഹീറോ ബിജു തന്നെയാണ്, ബ്രിട്ടീഷ്. പിന്നെ നായാട്ടാണെങ്കിൽ നായാട്ട് പക്ഷെ കൊടൂരുമായിരുന്നു. അത് ഒരു പ്രാവശ്യമേ കാണാൻ പറ്റുള്ളൂ. ഇതും അങ്ങനത്തെ ഒരു സിനിമയാണ്, ഒരു വൺ ടൈം വാച്ചിനുള്ള ഇതേ ഉള്ളൂ. പിന്നീട് അടിപൊളിയായിരുന്നു. കണ്ണൂർ സ്ക്വാഡ് കിട്ടിയില്ലായിരുന്നു. തലവൻ വാസ് ഓക്കെ. പിന്നെ ഏതാടേ ഇലവിഴ പൂഞ്ചിറ, ഓഫീസർ ഓൺ ഡ്യൂട്ടി, ജോസഫ്. അപ്പൊ അതാണ് ഇത് മൊത്തത്തിലൊരു ഇൻവെസ്റ്റിഗേഷൻ പടം അങ്ങനെ ഒന്നുമല്ല. ജസ്റ്റ് നൈറ്റ് പെട്രോളിങ്ങിൽ വരുന്ന കേസും ഇൻസിഡൻസും അതിനെയൊക്കെ ചൊല്ലി ഇങ്ങനെ പോകുന്ന ഒരു സിനിമയാണ്. സോ ദാറ്റ്സ് ഓൾ വിത്ത് റോന്ത്. ആൻഡ് അടുത്ത പടം വ്യസന സമേതം ബന്ധുമിത്രാദികൾ. ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് എസ് വിപിൻ എന്ന് പറഞ്ഞ ഒരു മച്ചാനാണ്. എനിക്ക് തോന്നുന്നു വിപിൻ ദാസിന്റെ വല്ല അസോസിയേറ്റ് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. പ്രൊഡ്യൂസ്ഡ് ബൈ വിപിൻ ദാസ് ആൻഡ് സാഹു ഗരാവതി. നമ്മുടെ വാഴ എന്ന് പറഞ്ഞ പടത്തിന്റെ പ്രൊഡക്ഷൻ ടീം. ആ WBU അങ്ങനെ എന്താ പറഞ്ഞ ഒരു പ്രൊഡക്ഷൻ ടീം ഉണ്ടേ. അല്ല, WBTS പ്രൊഡക്ഷൻസ് അതാണ് സംഭവം. പ്രൊഡ്യൂസ്ഡ് ബൈ ഒരു എഡിറ്റഡ് ബൈ ജോൺ കുട്ടി, മ്യൂസിക് ബൈ അങ്കിത് മേനോൻ, DOP ബൈ റഹീം അബൂബക്കർ, ക്രിയേറ്റീവ് ഡയറക്ടർ സജി സബന, എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഹാരിസ് ദേശം, കനിഷ്ക ഗോപി ഷെട്ടി, അങ്ങനെ സോൺ. അപ്പോ ഇതിൽ അഭിനയിച്ചിരിക്കുന്നവർ നമ്മുടെ അസീസ് നെടുമങ്ങാട്, അസീസ് ക, സിജു സണ്ണി, ജോമോൻ ജ്യോതിർ, അനശ്വര രാജൻ, ബൈജു ചേട്ടൻ, പിന്നീട് ആരുടെ നോബി മാർക്കോസ്, അങ്ങനെ ദർശനന്റെ അമ്മയില്ലേ പുള്ളിക്കാരി, നമ്മുടെ ആവേശത്തിലെ ബിബി മോന്റെ അമ്മ, പുള്ളിക്കാരി സിനിമയിലുണ്ട്. അങ്ങനെ കുറെ പേരൊക്കെ ഉള്ള ഒരു, സത്യം പറഞ്ഞ ഒരു കോമഡി പടമാണ് അത്. പക്ഷെ എത്രത്തോളം എല്ലാവർക്കും കണക്ട് ആവുമെന്ന് എനിക്കറിയില്ല. എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു കോമഡി മൂവിയാണ്. ഞാൻ അത്യാവശ്യം കണ്ട് ചിരിക്കാനുള്ള സംഭവമുണ്ട്. ഇപ്പൊ ജോമൻ ജ്യോതിർ, സിജു സണ്ണി, അനശ്വര രാജൻ ടിപ്പിക്കൽ യൂഷ്വൽ സാധനം തന്നെയാണ് ഈ സിനിമയിൽ കാണിച്ചു വെച്ചിരിക്കുന്നത്. അനശ്വരയുടെ നോട്ടവും ഭാവവും കാര്യങ്ങളെല്ലാം എല്ലാ പടത്തിലും ഒരേപോലെ തന്നെയാണ്. ആ കൂടി വേറിട്ടതായിട്ട് എനിക്ക് തോന്നിയത് മറ്റേ നേരിലാണ്. അപ്പൊ ഇതില് അങ്ങനെ പ്രത്യേകിച്ച് അവരുടെ കഥാപാത്രം എടുത്ത് പറയാനില്ല. അസീസ് നെടുമങ്ങാട് കിടില. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ പണ്ട് സുരാജ് ഏട്ടനൊക്കെ ചെയ്ത പോലത്തെ കഥാപാത്രങ്ങളാണ് പുള്ളി ഇപ്പൊ ചെയ്യണം. തുടക്കത്തിലൊക്കെ മറ്റേ കോമഡിയൊക്കെ അടിച്ച് മറ്റേ ആക്ഷൻ ഹീറോ ബിജുവിലൊക്കെ മറ്റേ ഇച്ചിരി ചോറ് കഴിക്കാമെന്നതൊക്കെ പറഞ്ഞ് അങ്ങനെ വന്നിരിക്കണ സാറ്, അങ്ങനത്തെ മച്ചാൻ എന്ന് പറയാനില്ല, ചേട്ടൻ അസീസ് ക. പുള്ളി ഇതിലും വാഴയില പോലെ തന്നെ ഒരു കിടിലൻ അച്ഛൻ കഥാപാത്രം ചെയ്തിട്ടുണ്ട്. അവസാനം പുള്ളീന്റെ കൈവിട്ട് പോയിട്ട് ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വാഴ പോലെ തന്നെ നമുക്ക് തോന്നും, അതേപടി എക്സാക്ട് രീതിയിൽ നമുക്ക് ഇവിടെ തോന്നും. പക്ഷെ നൈസായിട്ട് തന്നെ ഉണ്ടായിരുന്നു. ബൈജുചേട്ടന്റെ കഥാപാത്രം പക്ക ആ ഒരു ട്രിവാൻഡ്രം ശൈലിയൊക്കെ പിടിച്ചു. ട്രിവാൻഡ്രം പുള്ളി തിരുവനന്തപുരംകാരനാണ്, അസീസ് കെയും തിരുവനന്തപുരംകാരനാണ്, നെടുമങ്ങാട്. അപ്പൊ ഇവരുടെയൊക്കെ ഉള്ളിൽ ആ ഒരു സംഭവമുണ്ട്. ഇത് കഥ ബേസ്ഡ് ട്രിവാൻഡ്രം തന്നെയാണ്. അപ്പൊ എനിക്ക് പേഴ്സണലി റിലേറ്റ് ആവുന്ന കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഒരു പല കല്യാണങ്ങളും മരണങ്ങളൊക്കെ കുറെ സാക്ഷി നിന്നിട്ടുള്ള ആളാണ്. ഇങ്ങനെ ത്രൂ ഔട്ട് അവിടുത്തെ പരിപാടിയൊക്കെ നോക്കി കണ്ട് മനസ്സിലാക്കിയിട്ടൊക്കെ ഉള്ള ഒരാളാണ്. അപ്പൊ എനിക്ക് പക്കയായിട്ട് സംഭവം ക്ലിക്കായിരുന്നു. ആ ഓരോ ആചാരങ്ങളും കർമ്മങ്ങളും ഇങ്ങനത്തെ പ്രശ്നങ്ങളും മറ്റേ കരയോഗ കമ്മിറ്റിക്കാരൊക്കെ വരുന്നതും അങ്ങനത്തെയൊക്കെ കുറെ സംഭവങ്ങളുണ്ട്. ഒരു മരണമൊക്കെ നടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് വേണ്ടിയാണെങ്കിലും ഇങ്ങനത്തെയൊക്കെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കറക്റ്റായിട്ട് തന്നെ അവർ കാണിച്ചു പോയിട്ടുണ്ട്. അത് അവർക്ക് കാണുമ്പോൾ ചിലപ്പോൾ ട്രിവാൻഡ്രം ആൾക്കാർക്ക് കാണുമ്പോഴത്തേക്ക് അവരവരുമായി ഇട്ട് ഊക്കണ പോലെ തോന്നുമായിരിക്കും. പക്ഷെ യങ്സ്റ്റേഴ്സിനെയൊക്കെ ചിരിക്കാനുള്ളൊരു വകയുണ്ട്. തിയേറ്ററിൽ അധികം ആളൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു ഹാഫ് ഫിൽഡ് എന്തോ ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു നിഗമനം. ബട്ട് അത്യാവശ്യം ചിരിയൊക്കെ ഉണ്ടായിരുന്നു. ജോമോൻ ജ്യോതിറൊക്കെ യൂഷ്വൽ സാധനമാണ്, പക്ഷെ കാണിക്കുന്നതിൽ ചിരി വരും. പിന്നീട് എന്തിനാ പറയാനുള്ളത്, അതിൽ പിന്നെ നമ്മുടെ സുബിൻ ദാസൻ സിനിമയിലുണ്ട്. സുബിൻ ദാസന്റെ അവരുടെ കൂടെ ഉള്ള ഒരു ചെറുക്കനുണ്ടല്ലോ, എന്താ കണ്ണൂസ് അങ്ങനത്തെ പേരുള്ള ആ പയ്യൻ സിനിമയിലുണ്ട്. പിന്നെ എസ് വിപിൻ എന്ന് പറഞ്ഞ ഇതിന്റെ ഡയറക്ടർ ഒരു റോള് പടത്തിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു ജാനേമൻ എന്ന് പറയാൻ പറ്റില്ല, ജാനേമൻ ലെവൽ മറ്റേ സ്ലാബ് സ്റ്റിക്ക് പരിപാടി ഒന്നും അല്ല, അത്രത്തോളം അങ്ങനെയല്ല, പക്ഷെ ചിരിക്കാറുണ്ട്. പിന്നെ മല്ലിക സുകുമാരൻ, അയ്യോ പുള്ളിക്കാരി നൈസായിരുന്നു. കുറച്ച് ഉള്ള ഒരു അമ്മൂമ്മ കഥാപാത്രമാണ്, പക്ഷെ
പുള്ളിക്കാരി അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ അപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റ് ആയാലും ബാക്കി കുറെ പേരൊക്കെ ആ ഒരു പക്ക ആ ഒരു ശൈലി പിടിച്ച് എനിക്കിടെ പേഴ്സണലി അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ട്രിവാൻഡ്രത്തുള്ള ഒരു ശൈലിയും കാര്യങ്ങളും അവരൊക്കെ സംസാരിക്കുന്ന രീതിയും പലവരുടെ അടുത്തൊക്കെ അവർ ഇന്ററാക്ട് ചെയ്യുന്ന രീതിയും എല്ലാം എനിക്ക് കറക്റ്റായിട്ട് അവരുടെ ഒരു മീറ്റർ അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എല്ലാവരും പക്കയായിരുന്നു, എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ ആ റോൾ ആയിട്ടുണ്ട്. ഒരു അമ്മച്ചിയൊക്കെ ഉണ്ട് എന്റെ പൊന്നോ, അതൊക്കെ പലവർക്കും തോന്നും. എന്ന് വെച്ചാൽ ഒരു മരണ വീട്ടിലൊക്കെ മറ്റേ തലയെ തല്ലി കരയണം എന്ന് ചിന്തിച്ച് വരുന്നത്. എന്ന് വെച്ചാൽ അവിടെ പോയി കഴിഞ്ഞാൽ അവരൊരു ഷോ കാണിക്കണം എന്നുള്ള രീതിയിൽ വരുന്ന അമ്മച്ചിമാരൊക്കെ ഉണ്ട്. എനിക്ക് പേഴ്സണലി അറിയാം, അത് ശരിക്കും അറിയാം. ഞാൻ കുറെ സാക്ഷി നിന്നിട്ടുണ്ട് അതിനൊക്കെ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ അങ്ങനത്തെ കുറെ അമ്മച്ചിമാരുണ്ട്, അങ്ങനെ കുറെ പേരുണ്ട്. എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അസീസൊക്കെ അടിച്ചു പൊളിച്ചു. പുള്ളീന്റെ ക്യാരക്ടർ, ബൈജു ചേട്ടന്റെ ക്യാരക്ടറും അടിപൊളിയായിരുന്നു. അപ്പോൾ അതാണ് എനിക്ക് ഈ 2 സിനിമകളെ കുറിച്ച് മൊത്തത്തിൽ പറയാനുള്ളത്. ഏത് നിങ്ങൾ കാണുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയാം റോന്ത് കാണാൻ പോകണമായിരിക്കും നല്ലത്. മറ്റേത് OTT കാണാനുള്ള ഒരു സംഭവമേ ഉള്ളൂ. റോന്തും സത്യം പറഞ്ഞാൽ ഒരു OTT പടമാണ്, 2 മണിക്കൂറൊക്കെ ഉള്ളൂ. OTT പടമാണ്, ബട്ട് ഒരു നൈസ് സിനിമയാണ്. അപ്പൊ ഇതാണ് ഇന്നത്തെ 2 സിനിമകൾ. അതിനെക്കുറിച്ച് ഇത്ര എനിക്ക് പറയാനുള്ളൂ. എനിക്ക് രണ്ടും കുഴപ്പമില്ലാതെ തന്നെ ഇഷ്ടപ്പെട്ടു. അതാണ് ഇനി അതിൽ കൂടുതലായിട്ട് ഞാൻ പറഞ്ഞോട്ടെ. മറ്റേത് ഒരെണ്ണം പക്ക ഒരു പോലീസ് സ്റ്റോറി, അതിൽ കുറച്ച് ഫൺ എലമെന്റ്സും ചിരിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അവരുടെ കോൺവെർസേഷൻസിലൊക്കെ വരുന്ന സംഭവങ്ങളൊക്കെ വെച്ച് നമുക്ക് ഇരിക്കാനൊക്കെ ഉണ്ട്. പക്ഷെ എൻഡ് ഓഫ് ദി മൂവി അത് സീരിയസ് പടം തന്നെയാണ്. ഒരു നായാട്ട് ലെവലൊരു സാധനമാണ്. വ്യസന സമേതം ഇസ് പക്ക ഒരു എന്താ പറയാ, നമ്മുടെ ഡാർക്ക് ഹ്യൂമർ പരിപാടിയാണ്. ഫുൾ ത്രൂ ഔട്ട് കോമഡിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സിനിമയാണ്. അപ്പോൾ ഫാമിലിയായിട്ട് ചിരിക്കാൻ പോകണമെങ്കിൽ ഇത് കാണുക, അല്ലെങ്കിൽ ഒന്ന് ബലം പിടിച്ചിരുന്ന് കാണാൻ പോകണമെങ്കിൽ മറ്റേ പടം കാണുക എന്ന് ഞാൻ പറയുള്ളൂ. സോ ദാറ്റ്സ് ഓൾ. ബൈ ബൈ.